ലക്ഷങ്ങളുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ചിലപ്പോഴൊക്കെ നിർമ്മാണവും പൂർത്തിയാക്കും. എന്നാൽ സാധാരണക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടാറുണ്ടോ? അത്തരം പാഴായിപ്പോയൊരു പദ്ധതിയെക്കുറിച്ചാണ് തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് റിനു ശ്രീധർ നൽകുന്ന റിപ്പോർട്ട്. കാണാം. കാട്ടിലെ തടി, തേവരുടെ ആന. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് വർക്കല. ശിവഗിരി ആത്മീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നൊരിടം. ഇവിടെയൊക്കെ എത്തുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ സർക്കാർ കെട്ടിപ്പൊക്കിയ ഒരു പദ്ധതി പാളിയ നിലയിലാണ്. വർക്കല നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കി 2024 ഫെബ്രുവരി 11 ഉദ്ഘാടനം ചെയ്ത ഷീ ലോഡ്ജാണ് ഈ കാണുന്നത്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും സമീപത്തായി നഗരസഭ പൊന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലായിരുന്നു ലോഡ്ജ് നിർമ്മാണം. ഉദ്ഘാടനം കഴിഞ്ഞ 1.5 വർഷം പിന്നിട്ടിട്ടും ഷീ ലോഡ്ജിന് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു മോശമായിട്ടുള്ള അവസ്ഥ വർക്കല മുനിസിപ്പാലിറ്റിയിലുള്ളത് എന്നുള്ളത് വളരെ ദയനീയമാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോജക്റ്റുകളെ ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ പദ്ധതി ഇങ്ങനെ പാളിപ്പോകാൻ കാരണം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് വർക്കല നഗരസഭ പറയുന്ന മറുപടി കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ചോദ്യത്തിന് മറുപടിയായി വിചിത്രവാദമാണ് നഗരസഭ ഉന്നയിക്കുന്നത്. കുടുംബശ്രീ ജീവനക്കാർക്ക് പരിശീലനം നൽകി വരുന്നുണ്ടെന്നും അതിനുള്ള കാലതാമസമാണ് പ്രവർത്തനം ആരംഭിക്കാൻ തടസ്സമെന്നുമാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഞങ്ങളുടെ നികുതിപ്പണം, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നികുതിപ്പണം കൊണ്ടല്ലേ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും വരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എടുത്ത് നിങ്ങൾ ഈ ഷീ ലോഡ്ജ് ഒന്ന് പ്രവർത്തിപ്പിച്ചുകൂടെ എന്നാണ് ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ഒരു മറുപടി. നഗരസഭ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 75 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കിച്ചണും ഹാളും ടോയ്ലറ്റുകളും ഉൾപ്പെടെ 5 റൂമുകളാണ് കെട്ടിടത്തിലുള്ളത്. കിടക്കകളും ഫർണിച്ചർ സംവിധാനങ്ങളും ഇതുവരെ ആയിട്ടില്ല. ഇതിനായി നഗരസഭയുടെ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ വാദം. ഡോറുകളൊന്നും ഇട്ടില്ല, വീട് പൂർത്തിയായെന്ന് പറഞ്ഞ കഥ പോലെയാണ് ഇത്. അതായത് പൂർത്തിയായെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാധനങ്ങളൊന്നുമില്ല. അതായത് സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ ഉള്ള സജ്ജീകരണങ്ങളില്ല. രാത്രികാലങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ്. തുടർന്നാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വർക്കല നഗരസഭയുടെ കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷീ ലോഡ്ജിന്റെ ഗതി ഇതാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.